പ്രശ്നങ്ങളുള്ള ചാനലിന് പണി കൊടുക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണിത്. ഒരുപാട് ചാനലുകൾക്ക് ഓൾറെഡി പണികൾ കിട്ടി തുടങ്ങിയിട്ടുമുണ്ട്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ 10 അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഇതിൽ 9 അപ്ഡേറ്റുകൾ അത്യാവശ്യം നല്ല അപ്ഡേറ്റുകൾ തന്നെയാണ്. പക്ഷേ ഒരു അപ്ഡേറ്റ് അതൊരു ഭീകരൻ അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പണികൾ തരുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഈ 10 അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ ലെൻസ് ഇൻ വീഡിയോസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു ക്ലിയർ പ്രോഡക്റ്റ് ഓഡിയൻസിന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിനെ ഓഡിയൻസിനെ അവിടെ തന്നെ സ്കാൻ ചെയ്ത് സെർച്ച് ചെയ്യാവുന്നതാണ്. സെർച്ച് ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് എവിടെയാണോ സെയിൽ ചെയ്യുന്നത്, ഏത് വെബ്സൈറ്റിലാണോ സെയിൽ ചെയ്യുന്നത്, അവിടെ എത്തി അവർക്കതിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അവിടെ തന്നെ അതിനെ ബൈ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഒരു വീഡിയോയിൽ വാച്ച് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഷർട്ട്, ടീഷർട്ട്, ഈ കാര്യങ്ങളൊക്കെ ഈ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ അവർ സ്കാൻ ചെയ്ത് സെർച്ച് ചെയ്തിട്ട് എവിടെയാണോ സെയിൽ ചെയ്തത് അവിടെ എത്തി ആ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ അവർക്ക് അതിനെ ബൈ ചെയ്യാവുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് യൂട്യൂബ് ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം ഇൻസ്റ്റഗ്രാമിൽ ഒരു എഡിറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിൽ നമുക്കൊരു റീൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ എഡിറ്റ് ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് റീലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട്. യൂട്യൂബ് ഇപ്പോൾ ഈ യൂട്യൂബ് ക്രിയേറ്റ് ആപ്ലിക്കേഷനിൽ ട്രെൻഡിങ് മ്യൂസിക്കിനെ ഇൻബിൽറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇനി മുതൽ നമുക്ക് യൂട്യൂബ് ക്രിയേറ്റ് ആപ്ലിക്കേഷനിൽ തന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ട്രെൻഡിങ് മ്യൂസിക് അവിടെ തന്നെ ഇതിനോടൊപ്പം ആഡ് ചെയ്ത് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ്. കാരണം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ ട്രെൻഡിങ് മ്യൂസിക് ഒക്കെ കൊടുത്ത് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന വ്യൂസും വളരെ കൂടുതലായിരിക്കും. ഇത്തരത്തിലുള്ള ഷോർട്ട് വീഡിയോസ് ചിലപ്പോൾ വൈറൽ ആവുകയും ചെയ്യും. അതുകൊണ്ട് ഇത് വളരെ നല്ല ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ഇനി മൂന്നാമത്തെ അപ്ഡേറ്റ് ആണ് മ്യൂസിക് ഇൻ ഇമേജ് പോസ്റ്റ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു യൂട്യൂബിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചുള്ള ആ വീഡിയോയിൽ, അതായത് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലിരുന്ന ഫോട്ടോസ് 4-5 ഫോട്ടോസ് ഒരു ക്രൗസൽ ഫോമിൽ അല്ലെങ്കിൽ സ്ലൈഡ് ഷോ ആയിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോർട്ട് ഫീഡിൽ കയറി ഓടുന്നുണ്ട്. അതിന് ഇനി മുതൽ പൈസയും കിട്ടുമെന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ അപ്ഡേറ്റിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ 4-5 ഫോട്ടോസ് ക്രൗസൽ ഫോമിൽ അല്ലെങ്കിൽ സ്ലൈഡ് ഷോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനോടൊപ്പം നമുക്ക് മ്യൂസിക്കും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു സംഭവം ഫേസ്ബുക്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇനി മുതൽ യൂട്യൂബിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മ്യൂസിക് കൊടുത്ത് ഡെയിലി നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ 4-5 വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ നമുക്ക് നല്ല റീച്ചും കിട്ടും. അതുമാത്രമല്ല ഇത്തരത്തിൽ നമ്മളിടുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റിലിടുന്ന ഫോട്ടോസ് ഈ ഷോർട്ട് ഫീഡിൽ കയറി ഓടി അതിൽ നിന്ന് നമുക്കിനി ഏണിങ്സും കിട്ടും. അപ്പോൾ മ്യൂസിക് കൊടുത്ത് ഇനി മുതൽ നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ 4-5 ഫോട്ടോസ് വെച്ച് നിങ്ങൾ എവരി ഡേ ആഡ് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് നല്ല റീച്ച് കിട്ടും. അതുകൊണ്ട് ഇതും വളരെ നല്ല അപ്ഡേറ്റ് തന്നെയാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനോടൊപ്പം തന്നെ ഉള്ളതാണ്. അതായത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്ന ഈ ഇമേജസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഷോർട്ട് ഫീഡിൽ കയറി ഓടിക്കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന ഷോർട്ട്സ് വ്യൂസിനെ ഇനി മുതൽ കൗണ്ട് ചെയ്യും. പക്ഷേ ഒരുപാട് സന്തോഷിക്കേണ്ട, ഈ കിട്ടുന്ന ഷോർട്ട്സ് വ്യൂസ് നമ്മുടെ ഈ മോണിറ്റൈസേഷൻ വരുന്ന ഷോർട്ട്സ് വ്യൂസ് ഉണ്ടല്ലോ, 3 മില്യൺ അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്ട്സ് വ്യൂസ്, അതിലേക്ക് ഇതിനെ കൗണ്ട് ചെയ്യത്തില്ല. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഷോർട്ട്സ് സിംഗിൾട്ടൺ ലേഔട്ട്. അതായത് നിങ്ങൾ ഈ യൂട്യൂബിൻ്റെ മൊബൈൽ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ, അതും വലിയ ഒരു ഷോർട്ട് വീഡിയോ അവിടെ ഓട്ടോ പ്ലേ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ഈ ഷോർട്ട് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന തംബ്നെയിൽ അതിൻ്റെ ഒരു വാല്യൂ അവിടെ ഉണ്ടായിരിക്കത്തില്ല, കാരണം അത് ഓട്ടോ പ്ലേ ആവുകയാണ്. അപ്പോൾ ആ ഷോർട്ട് വീഡിയോ ആദ്യത്തെ 3 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ നല്ല ഹുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളുടെ വീഡിയോ കൂടുതൽ കാണുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഈ ഷോർട്ട് ഫീഡിൽ കയറി കൂടുതൽ ഓടുകയും ചെയ്യും, കൂടുതൽ വ്യൂസ് അവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി മുന്നോട്ടുള്ള സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യത്തെ 3 സെക്കൻഡിൽ നല്ല ഹുക്ക് കൊടുത്ത് വേണം അതിനെ ക്രിയേറ്റ് ചെയ്യാൻ. എങ്കിലേ ആളുകൾ കൂടുതൽ അത് കാണുകയും ചെയ്യത്തുള്ളൂ, അത് മുന്നോട്ട് പോകത്തുള്ളൂ. ഷോർട്ട് ഫീഡിൽ കയറി അത് മുന്നോട്ട് പോകത്തുള്ളൂ. കാരണം അത് അവിടെ ആ തംബ്നെയിലായിരിക്കത്തില്ല വർക്ക് ചെയ്യുന്നത്, കാരണം അവിടെ അത് ഓട്ടോ പ്ലേ ആവുകയാണ്. അപ്പോൾ ഓട്ടോ പ്ലേ ആകുമ്പോൾ ആദ്യത്തെ 3 സെക്കൻഡിലായിരിക്കും ആളുകൾ ഡിസിഷൻ എടുക്കുന്നത്, അത് മുന്നോട്ട് കാണണോ അതോ അതിനെ സ്കിപ്പ് ചെയ്ത് കളയണം. അപ്പോൾ ഈ ഒരു കാര്യവും നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പണി തരുന്ന ഒരു അപ്ഡേറ്റ് ആണ്, ഒരു ഭീകരൻ അപ്ഡേറ്റ് ആണ്. അതാണ് AI സ്ലോപ്പ് സർവേ. അതായത് യൂട്യൂബ് ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ്. ജോലി എന്ന് പറയുന്നത് എല്ലാ ചാനലുകളെയും ഷടേന്ന് സ്പീഡിൽ ചെക്ക് ചെയ്യുക, എന്നിട്ട് നോക്കുക ഏതൊക്കെ ചാനലിലാണ് ഹ്യൂമൻ ടച്ച് ഇല്ലാത്തത്, ഏതൊക്കെ ചാനലാണ് ലോ എഫർട്ടായിട്ടുള്ളത്, റീയൂസ്ഡ് കണ്ടന്റ് ഏതൊക്കെ ചാനലിലുണ്ട്, റിപ്പീറ്റഡ് കണ്ടന്റ് ഏതൊക്കെ ചാനലിലുണ്ട്, ഇങ്ങനെയുള്ള ചാനലുകളെല്ലാം കണ്ടുപിടിച്ച് ഈ ചാനലുകൾക്കെല്ലാം നല്ല പണി കൊടുക്കുക എന്നുള്ളതാണ് ഈ ജോലി എന്ന് പറയുന്നത്. ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്നെ ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇൻ ഓതൻറ്റിക് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട്.
കാരണം പല മോണിറ്റൈസ് ആയിരുന്ന ചാനലുകളും ഡിമോണിറ്റൈസ് ആവുന്നുണ്ട്. മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ അത് റിജക്റ്റ് ആവുന്നുണ്ട്. ഇങ്ങനെയുള്ള നല്ല പണികൾ ഒരുപാട് ആളുകൾക്ക് കിട്ടുന്നുണ്ട്. ഇത് പെട്ടെന്ന് ഒരുപാട് ആളുകൾക്ക് കിട്ടാനുള്ള കാരണം യൂട്യൂബ് എക്സ്ക്ലൂസീവ്ലി ഈ ഒരു ജോലി AI ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ AI സ്ലോപ്പ് സർവേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇതും ഒരു അപ്ഡേറ്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണത്. ഇനി അടുത്ത അപ്ഡേറ്റ് ആണ് അക്കൗണ്ട് സ്റ്റാറ്റസ് പേജ്. അതായത് നിങ്ങളുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇനി മുതൽ യൂട്യൂബർ ഒറ്റ പേജിൽ തന്നെ കാണിക്കും. അതായത് നിങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ടോ, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ഉണ്ടോ, മോണിറ്റൈസേഷന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം ഒരൊറ്റ പേജിൽ തന്നെയായിരിക്കും ഇനി മുതൽ യൂട്യൂബ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഒറ്റ പേജ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഈ അക്കൗണ്ട് സ്റ്റാറ്റസ് പേജിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറൊരു ചെറിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ആസ്ക് സ്റ്റുഡിയോ എന്ന് പറയുന്ന സംഭവത്തിന്റെ പേര് മാറ്റി ഇപ്പോൾ ആസ്ക് ജെമിനി എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ആസ്ക് സ്റ്റുഡിയോ നിങ്ങൾക്കറിയാം, ഈ ഓഡിയൻസിന് വേണ്ടിയുള്ള ആസ്ക് സ്റ്റുഡിയോ ആണെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ വ്യൂസിനും വാച്ച് അവറിനും നല്ല പണി തരുന്ന ഒരു ഫീച്ചറാണത്. അതായത് ആളുകൾ നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവരോട് ചോദിക്കാം, ഈ ജെമിനിയോട് ചോദിക്കാം, ഇതിൻ്റെ സമ്മറിത അവർ സമ്മറി വായിച്ചിട്ട് നിങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് അവരുടെ പാട്ടിന് പോകും. അപ്പോൾ നിങ്ങളുടെ വാച്ച് അവറും അവിടെ കുറഞ്ഞു പോകും, പിന്നെ മുന്നോട്ട് നിങ്ങളുടെ വ്യൂസും അവിടെ കുറഞ്ഞു പോകും. എനിവേ അത് ആസ്ക് സ്റ്റുഡിയോ എന്നായിരുന്നു അതിൻ്റെ പേര്. അതിപ്പോൾ മാറ്റിയിട്ട് ഇപ്പോൾ ആസ്ക് ജെമിനി എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ വീഡിയോസ് കാണുന്ന ഓഡിയൻസിന് വേണ്ടിയുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാണുന്നതിൻ്റെ ലേഔട്ടിൽ, വെബ് ലേഔട്ടിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ, അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വരുന്ന കമൻസ്, അതിൻ്റെ താഴെയായിട്ട് ഈ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ അതുപോലെ ആസ്ക് സ്റ്റുഡിയോ, ഓഡിയൻസിന് വേണ്ടിയുള്ള ആസ്ക് സ്റ്റുഡിയോ. ഈ രീതിയിലായിരിക്കും ഇനി മുതൽ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ വീഡിയോസ് കാണുന്ന ഓഡിയൻസിന് കാണിക്കുന്ന ആ ഒരു വെബ് ലേഔട്ട് വരാൻ പോകുന്നത്. ഇതുകൊണ്ട് നമ്മൾ ക്രിയേറ്റേഴ്സിന് വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ ഇതും ഓഡിയൻസിന് വേണ്ടിയുള്ള ഒരു അപ്ഡേറ്റ് ആണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. ഇനി ലാസ്റ്റ് 10ാമത്തെ അപ്ഡേറ്റ്, ഇത് വളരെ നല്ല ഒരു അപ്ഡേറ്റ് ആണ്. അതാണ് ആസ്ക് സ്റ്റുഡിയോ ഫീഡ്ബാക്ക് ടൂൾ. അതായത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അത് പബ്ലിക് ആക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ക്രിയേറ്റേഴ്സിന് വേണ്ടിയുള്ള ഈ ആസ്ക് സ്റ്റുഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഈ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നമ്മുടെ ഈ വീഡിയോയുടെ ക്വാളിറ്റി എങ്ങനെയാണ്, ഇത് നമ്മൾ കറക്റ്റായിട്ട് ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ, എങ്ങനെ ഓടും, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ആസ്ക് സ്റ്റുഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതിൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് വീണ്ടും അതിനെ അപ്ലോഡ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആസ്ക് സ്റ്റുഡിയോ ഫീഡ്ബാക്ക് ടൂൾ വളരെ നല്ല ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ യൂട്യൂബിൽ വന്നിരിക്കുന്ന 10 അപ്ഡേറ്റുകൾ. ഇതിൽ മിക്ക അപ്ഡേറ്റുകളും വളരെ നല്ല അപ്ഡേറ്റുകൾ തന്നെയാണ്. ഒരു അപ്ഡേറ്റ് ഒഴിച്ച്, ആ ഭീകരൻ അപ്ഡേറ്റ് ഒഴിച്ച്, ആ ഒരു അപ്ഡേറ്റിനെ നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതുമാണ്. പലർക്കും അവരുടെ ചാനൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞു, ചാനലിൻ്റെ മോണിറ്റൈസേഷൻ അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു, പലർക്കും ഇപ്പോഴും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു അപ്ഡേറ്റിനെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, സൂക്ഷിക്കുകയും വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.